ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള 45 വർഷത്തിലധികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തയെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ശർമാജിയെ ഏറെ ആദരവോടെ ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ആലുവയിൽ നിന്നാണ് ഞാൻ എഴുതുന്നത്. സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന 2 ലോറികൾ എനിക്ക് സ്വന്തമായി ഉണ്ട്. പക്ഷേ ജോലിക്കാരുടെ കുഴപ്പം കൊണ്ട് ലോറിയിലെ മാലിന്യം പൊതുവഴിയിൽ കൊണ്ടുപോയി തള്ളിയതിനാൽ ലോറികൾ 2 പോലീസ് പിടിച്ചെടുത്തു. അതോടെ എൻ്റെ കാര്യം കുഴപ്പത്തിലായി. ലോറികൾ കേസിൽ പെടാതെ തിരിച്ചു കിട്ടുമോ? പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? ഗൃഹനില ചേർക്കുന്നു. ഏതെങ്കിലും നിയമപരമായ കുറ്റങ്ങളിലോ മറ്റേതെങ്കിലും തരത്തിൽ തൊഴിലാളികളെ കൊണ്ട് പ്രശ്നങ്ങളോ തൊഴിൽപരമായ പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ രോഗങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങളോ മറ്റേതെങ്കിലും ക്രമസമാധാനപരമായ വിഷയങ്ങളോ നിയമപരിപാലന കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടാകുവാനുള്ള ഒരു സാധ്യത ജന്മശനി കൊണ്ട് ഉണ്ടാവുന്നു. അതുപോലെ അഷ്ടമത്തിൽ ചൊവ്വയാണ്, വൃശ്ചിക രാശിയാണ്. വിശാഖം ഒടുവിലത്തെ 15 നാഴികയും അനിഴവും കേട്ടയും ചേരുന്ന 2.25 നക്ഷത്രമടങ്ങുന്ന രാശിയാണ് വൃശ്ചികൻ രാശി. സർവേശ്വരകാരകനായ വ്യാഴഗ്രഹം ഗുരു 11ാം ഭാവത്തിൽ താങ്ങും തണലുമായി നിൽക്കുന്നതിനാൽ വലിയ ഗ്രഹപ്പിഴകൾ നിസ്സാരമായി മാറുന്നതും ഈ രാശിക്കാർക്കുണ്ടാകുന്ന വലിയ വലിയ അപകടങ്ങൾ ലഘൂകരമായിട്ട് മാറുന്നതും സ്ത്രീകളെ സംബന്ധിച്ച് 8ൽ ചൊവ്വ ഭർത്തൃ ദുരിതമോ ഭർത്തൃ വിരഹമോ ഭർത്താവിന് ആപത്തോ അനർത്ഥതയോ വരാനുള്ള സാഹചര്യങ്ങളും യുവാക്കളെ സംബന്ധിച്ച് നിയമപരിപാലന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഏഴരശനി തീർന്നിട്ടില്ല, 8ലെ ചൊവ്വ തീർന്നിട്ടില്ല. ആയതിനാൽ ക്രമസമാധാന കുറ്റം, നിയമപരിപാലന കുറ്റം, കയ്യബദ്ധം, രോഗം, അപകടം ഇത്യാദികളും പങ്കാളികൾക്ക് ദുരിതങ്ങൾ, തൊഴിലാളികളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, തൊഴിൽ മേഖല വർക്ക് ചെയ്യുന്നവർക്ക് സഹപ്രവർത്തകരെ കൊണ്ടും സഹപാഠികളെ കൊണ്ടും കീഴ്ഘടകങ്ങളെ കൊണ്ടും അധികാരികളെ കൊണ്ടും എന്തെങ്കിലും അബദ്ധമോ അമളിയോ പോരായ്മകളോ നിയമകുറ്റങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വയ്യാവേലികളൊക്കെ വരാനുള്ള വളരെ വളരെ സാധ്യതയുണ്ട്. താങ്ങുന്നതുമായിട്ട് വ്യാഴഗ്രഹം നിൽക്കുന്നുണ്ട് എങ്കിലും സെപ്റ്റംബർ പകുതി മുതൽ ആ വ്യാഴഗ്രഹം ദുരിതസ്ഥാനത്തേക്ക് മാറാൻ പോവുകയാണ്. അതായത് സർവീസിൽ നിന്നും പിരിയാനോ പെൻഷൻ പറ്റാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ആകാൻ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു അധികാര പരിധി പോലെയാണ് 11ാമത്തെ വ്യാഴം താങ്ങുന്നതുമായിട്ട് ഇപ്പം നിൽക്കുന്നത്. ഏതവസ്ഥയിലും ഉദ്യോഗസ്ഥൻ കൈമലർത്താം. ഞാനിവിടുന്ന് പോവുകയാണ്, അല്ലെ പിരിയുകയാണ്, പെൻഷൻ പറ്റുകയാണ്, എൻ്റെ അധികാരങ്ങളൊക്കെ തീർന്നു, ഇനി പുതിയ ആൾ വന്ന് പരിഷ്കാരങ്ങൾ വരണം, നിങ്ങളുടെ അപേക്ഷകൾ അന്നേരം പുനഃപരിശോധിക്കാം, അതല്ലെങ്കിൽ ലഘുവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കൂ, നോക്കാം എന്നാലാകാവുന്നത്, അല്ലെങ്കിൽ ഞാൻ ട്രാൻസ്ഫറാണ്, അല്ലെങ്കിൽ പെൻഷൻ പറ്റുകയാണ്, പുതിയ ആൾ വരട്ടെ, അതുവരെ വെയിറ്റിംഗ് ലിസ്റ്റ് വെക്കാം എന്ന് പറയുന്ന പോലെ താങ്ങും തണലും സഹായിയും ആയിട്ട് നിൽക്കുന്ന ഈ രാശിക്കാരുടെ വ്യാഴം, അതായത് വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം 12ാം തീയതി മുതൽ ദുഃഖ, ദുരിത, വ്യയ, ക്ലേശ സ്ഥാനത്തേക്ക് ആ വ്യാഴഗ്രഹം മാറാൻ പോവുകയാണ്. അതും ആശയപരമായി ശത്രുസ്ഥാനത്തേക്കാണ് മാറുന്നത്. അപ്പോൾ നിലവിലുണ്ടായിരുന്ന സുഹൃത്തുക്കളും സ്നേഹിതന്മാരും നിയമങ്ങളും ബദലാകുകയാണ്. സമ്പദ്ഘടനകളിൽ പാളിച്ചകൾ സംഭവിക്കും. ഇണകൾക്ക് ദുരിതമോ ദുരന്തമോ അപകടങ്ങളോ രോഗങ്ങളോ പകർച്ചവ്യാധികളോ മറ്റേതെങ്കിലുമൊക്കെ വരാം. തമ്മിൽ സ്പർദ്ധങ്ങളും പ്രശ്നങ്ങളും വരാം. ചില അബദ്ധങ്ങളൊക്കെ അറിഞ്ഞോ അല്ലെങ്കിൽ തനിക്കറിയാൻ പാടില്ലാത്തതായ തൻ്റേതായ കുറ്റങ്ങളല്ലാത്ത ഏതെങ്കിലും വകുപ്പുകളിൽ പെടാവുന്നതും ആണ്. സർവീസിലിരിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കൈക്കൂലി, അതുപോലെ മിന്നൽ പരിശോധന, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അവിഹിത സമ്പാദ്യങ്ങൾ എന്നിവയെ ചൊല്ലിയുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകാം. അതല്ലെങ്കിൽ കെയർലെസ്, അല്ലെങ്കിൽ കൃത്യവിലോപനം, ഇങ്ങനെയുള്ളവയും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഉപരിപഠനം സംബന്ധിച്ച് നിൽക്കുന്നവർക്കും അവസാന നിമിഷം ഏതെങ്കിലും തകരാറുകൾ സംഭവിക്കാം. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് നിസ്സാരമായ കാരണങ്ങളാൽ ഉദ്യോഗലബ്ധി നീണ്ടു പോകാവുന്നതും ബിസിനസ്സുകാർക്ക് ഏതെങ്കിലും തരത്തിൽ ബൾക്കായിട്ടുള്ള ചെലവുകൾ വന്നു ചേരുന്നതും അതുപോലെ കൊടുക്കൽ വാങ്ങലുകളിലെല്ലാം
ഇപ്പോൾ ഈ സമയത്ത് കുറച്ചൊക്കെ പരീക്ഷണങ്ങൾ വരുന്ന സമയങ്ങളാണ്. എല്ലാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ചൊവ്വാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവും അവനവൻ്റെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ, വഴിപാടുകൾ ഒക്കെ ചെയ്യുകയും ശനീശ്വര പൂജകൾ, ശനീശ്വര പുഷ്പാർച്ചനകൾ, ശനിമന്ത്ര ജപങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനീശ്വരം തുടങ്ങുന്ന ശനി സ്തോത്രങ്ങൾ, ശനി ഹോമാദികൾ, അതുപോലെ തന്നെ വളരെയധികം തൊഴിലാളികളെ വെച്ച് തൊഴിൽ മേഖലകൾ പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ചെയ്യുന്നവർ വളരെയധികം നിയമപ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടതായി കാണുന്നുണ്ട്. ചെയ്ത കുറ്റങ്ങൾക്ക് എന്താണെങ്കിലും ലഘുകരമായ ഒരു ശിക്ഷ അനുഭവിക്കുന്നതാണ് ഇപ്പം നല്ലത്. അല്ലെങ്കിൽ ആ ശിക്ഷ വലുതാവാൻ സാധ്യതയുണ്ട്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങളും സംശയ ദൂരീകരണവും ഉറപ്പിക്കുക.